ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിവിധ മേഖലകളിലുള്ള നിരവധി പേരാണ് അടിസ്ഥാന പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയത്. ആഗ്രഹമുണ്ടായിട്ടും ജീവിത സാഹചര്യങ്ങളുടെ സമ്മതത്താൽ പഠനം ഇടയ്ക്കുവെച്ച് നിർത്തിയവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച 10ാം തരം തുല്യതാ പരീക്ഷയിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഒട്ടേറെ പേർ പങ്കെടുത്തു. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയവർ തങ്ങളുടെ പഠന നിലവാരം പരീക്ഷിച്ചു. രാവിലെ 9 മണി മുതൽ 10:45 വരെ നീണ്ട പരീക്ഷയിൽ പലർക്കും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് പലരും തുല്യതാ പരീക്ഷ എഴുതിയത്. അതോടൊപ്പം പഠനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമുള്ളവരെയും കണ്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഈ എക്സാം എഴുതാൻ കഴിയുമെന്നുള്ളത്. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എഴുതിയത്. പാസ്സാവുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ഇനിയും കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനി ഡിഗ്രിക്ക് പ്ലസ് വണ്ണിനുള്ള ക്ലാസ് ഇതേപോലെ ഉണ്ടെങ്കിൽ അതിൽ പോകാനും താല്പര്യമുണ്ട്. അതേപോലെ ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ അതിനും താല്പര്യമുണ്ട്. പഠിക്കാനുള്ള സമയം, അതായത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് തരുന്നത്. അത് കൂടുതലാക്കണം. ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3 ക്ലാസ്സോ അതാക്കിയാണെങ്കിൽ സുഖമാണ്. അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ഒരു മണിക്കൂർ മാസന്മാര് നമുക്ക് വേണ്ടിയിട്ട്. അക്ഷരമധുരം നൽകുന്ന ആത്മവിശ്വാസത്തിൽ അവർ പരസ്പരം പുതിയ ജീവിത സാഹചര്യങ്ങൾ പങ്കുവച്ചു. അറിവിന്റെ ലോകത്തുനിന്നും അവിചാരിതമായി മറഞ്ഞുപോയവർ വീണ്ടും അക്ഷരലോകത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ പുതിയ ജീവിത സാഹചര്യങ്ങളും ജോലി സാധ്യതകളുമെല്ലാം അവർ ആവേശപൂർവ്വം ചർച്ച ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പഠിതാക്കളുള്ള സെന്ററാണ് കുന്നമംഗലം സെന്റർ. ഇവിടെ 254 പേർ പരീക്ഷ എഴുതി. ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ വൈകിയെത്തിയതു കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവരുടെ ദുഃഖവും ഇതിനിടയിൽ കണ്ടു. അപ്രതീക്ഷിതമായി കൈവന്ന ഭാഗ്യമാണ് പലരും 10ാം തരം തുല്യതാ പരീക്ഷയെ കാണുന്നത്. കുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്.